അന്നേരം മക്കളെ അമ്മ എല്ലാരും കിടന്ന് ഉറങ്ങിക്കോ. വെളുപ്പിന് 6:30 അല്ലേ ആയതുള്ളൂ. നമ്മളാ പ്രയത്തിനെ ഓടിക്കാൻ വേണ്ടി സ്വാമി വിളിച്ചോണ്ട് പോയിട്ട് ആ സ്വാമിയെ കൊണ്ട് ഒരു ഉപകാരം പോലും ഉണ്ടായില്ല. ആ സ്വാമി ഓടി രക്ഷപ്പെട്ടു. ഇനി ഇതിൽ കിടന്ന് ഉറങ്ങാം. ആ ശരി ഏട്ടാ. ഓ രാവിലെ ആയോ? ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന സ്വാമിയെ വിളിച്ചേക്കാം. ആ സ്വാമിയുടെ വേറെ ഏതൊരു ഒരു സ്വാമിയുടെ നമ്പർ ഉണ്ട് ചോദിച്ചേക്കാം. ആ ഹലോ സ്വാമി. എന്താടോ? അല്ല സ്വാമിക്ക് വേറെ ഏതെങ്കിലും സ്വാമിമാരെ അറിയാമോ? അല്ല നിങ്ങൾ വേറെ സ്വാമി വിളിക്കാൻ പോയില്ലേ? ആ വിളിക്കാനൊക്കെ പോയി. ആ സ്വാമി ആ പ്രയത്നം കണ്ട് പേടിച്ചോടി. പ്രയത്നം കണ്ടല്ല, ആ പ്രയത്നം ശക്തിക്ക് മുമ്പേ ആ സ്വാമിക്ക് നിൽക്കാൻ പറ്റാത്ത സ്വാമി ഒറ്റ ഓട്ടം ഞങ്ങൾ വിളിച്ചോണ്ട് വന്ന സ്വാമി. സ്വാമിയുടെ വേറെ ഏതെങ്കിലും സ്വാമിയുടെ നമ്പർ ഉണ്ടോ? എൻ്റെ കയ്യിൽ സ്വാമിമാരുടെ നമ്പർ അങ്ങനെ ഇല്ല. പക്ഷെ പ്രേതത്തിനെയൊക്കെ കൊല്ലാനുള്ള ഒരു ടൈപ്പ് വാളുണ്ട്. പ്രേതത്തിനെ കൊല്ലുന്ന വാളോ? സ്വാമി എന്താ പറയുന്നേ? ആ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നേ. പ്രേതത്തിനെ കൊല്ലുന്ന ഒരു ടൈപ്പ് വാളുണ്ട്. വാൾ എവിടെയാ? സ്വാമിയുടെ കയ്യിലുണ്ടോ? പക്ഷെ എൻ്റെ കയ്യിലില്ല വാള്. പിന്നെ എവിടുന്നാ വാള് കിട്ടുന്നേ? ആ അത് കിട്ടുന്ന സ്ഥലം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരാം. ആ സ്വാമി പെട്ടെന്ന് പറഞ്ഞാ. സൈറൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആ വാൾ ഇരിക്കുന്നത്. സൈറൻ ഫോറസ്റ്റോ? അതേടോ സൈറൻ ഫോറസ്റ്റ്. അല്ല സ്വാമി, ആ ഫോറസ്റ്റിന് എന്തിനാ സൈറൻ ഫോറസ്റ്റ് എന്ന് പേരിട്ടെ? ആ അത് ഒരു വലിയൊരു കഥയാ, നിങ്ങൾ പറയാൻ ഞാൻ. പക്ഷെ നിങ്ങൾ കുറെ കഷ്ടപ്പെടും ആ വാൾ എടുക്കാൻ വേണ്ടിയിട്ട്. സൈറൻ ഫോറസ്റ്റ് എന്ന് പേരിടാനുള്ള ഒറ്റ ഒരു കാരണം, അവിടെ ഒരു ഭീകര ജീവിയായിട്ടുള്ള സൈറൻ ഹെഡ് എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്റർ ഉണ്ട്. സൈറൻ ഹെഡ് മോൺസ്റ്റർ? സ്വാമി എന്താ പറയുന്നേ? എടോ എന്നെ വിശ്വസിക്കടോ ഒന്ന്, സത്യമായിട്ടും. അതിനാ ചുമ്മാ അല്ല, നാട്ടുകാരെല്ലാം കൂടെ പേരിട്ട പേരാ സൈറൻ ഫോറസ്റ്റ്. ആ വാളെ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിട്ട് ആ സൈറൻ ഹെഡിനെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അല്ല സ്വാമി, അത് അങ്ങനെ എടുക്കാൻ പറ്റുന്നത്? എടുക്കാൻ പറ്റൂടോ, പക്ഷെ കുറെ കഷ്ടപ്പെടും നിങ്ങൾ. ആ കഷ്ടപ്പെട്ടാലും സാരമില്ല സ്വാമി, ഞങ്ങൾ എടുത്തോളാം. ഫോണിലോട്ട് ഞാൻ ലൊക്കേഷൻ അയക്കാം സൈറൻ ഫോറസ്റ്റിന്റെ. ആ ശരി സ്വാമി. ആ ശരിയാടോ. പിന്നെ ആ സൈറൻ ഹെഡുകൾ നിങ്ങളെ കണ്ട നിങ്ങളുടെ കാര്യം പോക്കാം കേട്ടോ. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചു വേണം. ആ ശരി സ്വാമി. എന്തായാലും ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം പോകാം. ഓ ഇതാന്ന് തോന്നുന്നു ആ കാട്. ഓ കണ്ടിച്ചു തന്നെ പേടി വന്നിട്ട് പോയി എൻ്റെ അമ്മേ. എന്റെ ഭഗവാനെ, എന്തോ ഒരു വലിയ സൗണ്ട് കേട്ടല്ലോ. അയ്യോ ഞാൻ ഇവിടെ തന്നെ കുറ്റി അടിച്ച് നിൽക്കാതെ വാള പെട്ടെന്ന് എടുക്കാൻ പോവാ. അയ്യോ അയ്യോ അയ്യേ, നടന്ന് അയ്യോ. ദേ ഒരു വാളല്ലേ ഇരിക്കുന്നേ. സ്വാമി പറഞ്ഞ വാൾ ഇതാണോ ഇനി? ദേ ഏതോ ഒരു കല്ലിൻ്റെ അകത്ത് തുളച്ച് കയറി ഇരിക്കുവാണല്ലോ ആ വാള്. ഞാൻ ചെന്ന് പെട്ടെന്ന് ആ വാള് ഊരിയെടുക്കാം. അയ്യോ ഇത് വലിച്ചിട്ട് വരുന്നില്ല, രണ്ട് കൈ കൊണ്ട് ശ്രമിക്കാം. അയ്യോ ഇതൊരു കട്ട് ചെയ്ത് വരുന്നില്ലല്ലോ ഇത്. അയ്യോ ഇതിനകത്ത് തറച്ച് കയറി ഇരിക്കുമെന്ന് തോന്നുന്നു. ആ ചെറുതായിട്ട് ഇതായി ഊരി വരുന്നുണ്ട്. നല്ലോണം വലിക്ക്. ഓ എനിക്ക് സന്തോഷം. ഇനി ആ പ്രയത്നെ ഇവിടുന്ന് എന്നേക്കായി നശിപ്പിച്ച് കളയാലോ. അയ്യോ 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 ഓടിക്കോ എൻ്റെ അമ്മേ. അയ്യോ അയ്യോ ആ സാധനത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ തലനാരഴിക്കാൻ രക്ഷപ്പെട്ടത്. ആ സ്വാമി പറഞ്ഞ ആ സൈറ ഹെഡാണെന്ന് തോന്നുന്നത്, അല്ലാതെ പിന്നെ വേറെ എന്തോ സാധനം തന്നെ. ആ സൈറ ഹെഡ് തന്നെ. അയ്യോ തലനാരഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ ഇനി വേഗം വീട്ടിലോട്ട് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആ പ്രയത്നെ ശരിയാക്കാൻ പോവാ ഇനി. അയ്യോ ഈ ഏട്ടനെന്താ എവിടെ പോയി കിടക്കുവാണോ? ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. ഏട്ടൻ വന്നു. ഏട്ടൻ അവിടെ പോയതാ ഏട്ടാ?
ഓ അതൊരു വലിയ കഥയാണ്, ഞാൻ പറഞ്ഞുതരാം. സൈറ ഹെഡോ? ആ അതെ, സൈറ ഹെഡ്. ഞാനാണ് ആ സൈറ ഹെഡിനെ കണ്ട ഉടനെ തന്നെ ഓടി. അയ്യോ അയ്യോ അയ്യോ, ഇനി നേരെ നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ആ പ്രേതത്തിനെ ശരിയാക്കിയിട്ട് നമുക്ക് ഇനി അവിടെ താമസമാക്കാം. ആ ശരി ഏട്ടാ. ഓ എനിക്കങ്ങ് പേടി വന്നിട്ട് വയ്യ. ഈ വാളൊക്കെ വർക്കൗട്ട് ആവുക പ്രേതത്തിന്റെ മേളിൽ. സ്വാമി പറഞ്ഞ ഉറപ്പായിട്ടും പ്രേതങ്ങളെ കൊല്ലാൻ പറ്റുമെന്ന് ഈ വാളിട്ട്. എനിക്കൊന്നും അറിയത്തില്ല. അവസാനം നിങ്ങൾ എന്നെ തന്നെ ഒന്ന് തേടി വന്നല്ലേ? അല്ല, ഇതെന്താ വാളും പിടിച്ചോണ്ട് നിൽക്കുന്നേ? വേറെന്തിനാ നിന്നെ കൊല്ലാനായിട്ട് ഈ വാളും ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്നേ? ഈ വാളും കൊണ്ടല്ലേ നീ എന്നെ കൊല്ലാൻ പോന്നേ? ഈ വാളൊക്കെ ഞാൻ ഒരു പൂവ് പറിക്കുന്ന പോലെ പറിച്ച് കാണിച്ചു തരട്ടെ. ഒടുക്കി ഞാൻ ഈ വാളിപ്പം. പെട്ടെന്ന് ഈ പ്രേതത്തിന്റെ ഇടത്തോട്ട് എറിയ വാള്. അയ്യോ, നിങ്ങൾ എന്താ ചെയ്താ വാളിട്ട്? എനിക്കെന്താ സംഭവിക്കുന്നേ? അയ്യോ, എന്റെ ദേഹം മൊത്തം കത്തിക്കരിയുന്ന പോലെ തോന്നുന്നു. നീയല്ലടാ പണ്ട പ്രേതമേ എന്റെ വാള ഒടിക്കൂന്ന് പറഞ്ഞേ. ഇപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തന്നില്ലടാ കറുത്ത പിശാചേ. നിനക്കിനൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ? ഞാൻ ഇനിയും തിരിച്ചു വരും. എന്നിട്ട് നിന്നെ എത്തുന്നല്ലേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ള. ആ പൊന്നുമ്പം വെക്കോ, ഇനി അടുത്ത ഓണത്തിന് കാണാം. അടുത്ത ഓണത്തിനല്ലടാ, ഞാൻ വരോടാ എന്തെങ്കിലും. നീ പോടാ മണ്ടം പ്രേതമേ. നീ എന്താണ് വിചാരിച്ച പ്രേതമേ? ഈ വാൾ കൊണ്ട് എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. ഇപ്പൊ നീ നശിച്ചു പോകാറായി. ഞാനിനി വരൂടാ, എന്നിട്ട് എല്ലാവരും തിന്നിട്ട് ഞാൻ പോകത്തുള്ളടാ. ആഹാ, നീ ഇനി അങ്ങനെ വരാനാണ് പ്രേതമേ. നിന്നെ ഞാൻ എന്നേക്കുമായി നശിപ്പിച്ച്. ഞാൻ വരുമ്പോ ഇനി ഇങ്ങനെ തന്നെ നീ പറയുന്നു കാണട്ടേടാ. അന്നേരം നിന്റെ വാളും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പൊ നിങ്ങളെല്ലാരും തിന്നിട്ടേ ഞാൻ പോകത്തുള്ളത്. ഇനി ഞാൻ വരൂന്ന് പറഞ്ഞ വരും 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 വരും. ആ നീ വാടാ പ്രേതമേ, ആണെങ്കിൽ ഇപ്പൊ വാ. എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല. ഞാൻ ഇനി വരൂന്ന് പറഞ്ഞു വരും ഞാൻ. നീ ഇനി എപ്പോ വരാനാ പ്രേതമേ? ഞങ്ങള് കാത്തിരിക്കാം. കാത്തിരുന്ന് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എല്ലാത്തിനും കൊന്നിട്ട് പോകും ഞാൻ. അയ്യേ, നിനക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല പിശാചേ. എനിക്കിനി അനങ്ങാൻ പറ്റിയില്ലെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ ഇനി പോയിട്ട് പിന്നെ വരും എന്ന് പറഞ്ഞ വരും ഞാൻ. നീ വാടാ പ്രേതമേ, ഞങ്ങൾ കാത്തിരുന്ന്. അയ്യേ ചമ്മിയേ പ്രേതം, അയ്യേ വാടിച്ചു വെക്കടാ, നിന്റെ വായൽ ഈച്ച കയറും. ഞാൻ ഇപ്പൊ പോവാ. ഇനി ഞാൻ വരുമ്പം വലിയ ശക്തിയോടെ ആയിരിക്കും വരുന്നേ. ഈ ലോകം തന്നെ എന്റെ സ്വന്തമാക്കും. ഞാനപ്പോ ഒരു രാജാവ്. പിന്നെ നീയല്ല രാജാവെന്ന്. നീ ഇനി ഒരിക്കലും ഭൂമിയിലോട്ട് വരത്തില്ല. പോ പ്രേതമേ നീ. അയ്യോ പാവം പോയി. വിശക്കുന്ന എനിക്ക് കഴിക്കാം നമുക്ക്.